65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി അടക്കി ഭരിച്ചിരുന്നത് ദിനോസറുകളായിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് ഒരു വലിയ ഉൽക്കാപതനത്തിലൂടെ അവറ്റകളെല്ലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതാണ്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യരിവിടെ ഉണ്ടായി വന്നത്. എന്നാൽ ദിനോസറുകൾ നശിക്കാൻ കാരണമായ ആ വലിയ ഉൽക്കാപതനം നടന്ന സമയത്തേക്ക് രണ്ട് മനുഷ്യർ ചെന്നുപെട്ടാലോ? ഈ ഒരു പ്ലോട്ട് പറയുന്ന മൂവിയാണ് 65. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഈ മൂവിയുടെ കഥയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മനുഷ്യരൊന്നും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ഉണ്ടായിരുന്നു. സൊമാരിസ് എന്നായിരുന്നു അതിന്റെ പേര്. മനുഷ്യർ തന്നെയാണ് അവിടെയും താമസിച്ചിരുന്നത്. ആ പ്ലാനറ്റിലെ അതിമനോഹരമായ ഒരു കടൽ തീരത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മിൽസും അയാളുടെ ഭാര്യയും. ഇയാളൊരു പൈലറ്റ് ആണ്. ഇയാളുടെ മകൾ അവിടെ കടലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു അസുഖമുണ്ട്. അത് ചികിത്സിച്ച് മാറ്റാൻ തൽക്കാലം മിൽസിന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അയാൾ ഒരു സ്പേസ് പൈലറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു യാത്ര നടത്തി കഴിഞ്ഞാലേ അയാൾക്ക് കാശ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യാത്ര നടത്താനാണ് അയാൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾ ഭാര്യയും മകളെയും കൊണ്ടുപോകുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ ആ സ്പേസ് എക്സ്പെഡിഷൻ ഒക്കെ കഴിഞ്ഞ് മകളെ ചികിത്സിക്കാനുള്ള കാശും കൊണ്ട് ഉടനെ തന്നെ തിരിച്ചു വരാം എന്നൊക്കെ അവരോട് പറഞ്ഞ് അയാൾ ആ യാത്രയ്ക്ക് തയ്യാറാവുന്നു. വലിയൊരു പേടകത്തിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ എക്സ്പെഡിഷനൊക്കെ കഴിഞ്ഞ് അയാൾ ഇപ്പോൾ തിരിച്ച് അയാളുടെ ഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്പേസിലൂടെയല്ലേ യാത്ര. ഒരുപാട് ഉൽക്കകൾ അവിടേക്ക് കറങ്ങി നടക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ ആ വലിയ സ്പേസ് ഷിപ്പിൽ ചെന്ന് ഇടിക്കുന്നുമുണ്ട്. അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു ആസ്ട്രോയിഡ് ബെൽറ്റിൽ എത്തിച്ചേരുന്നു. ഒരുപാട് ഉൽക്കകൾ ഇടയിൽ കൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ യാത്രയിൽ ആ ഉൽക്കകളുമായിട്ടൊക്കെ കൂട്ടിയിടിച്ച് ആ സ്പേസ് ഷിപ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നു. അങ്ങനെ നിയന്ത്രണം വിട്ട ആ വലിയ സ്പേസ് ഷിപ്പ് നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ ഭൂമിയിലാണ്. ഇന്നത്തെ ഭൂമിയല്ല, 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമി. അവിടെ ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് ആ പേടകം ചെന്ന് വീഴുന്നത്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ ആ വലിയ വാഹനം രണ്ട് കഷ്ണങ്ങളായിട്ട് തെറിച്ചു പോകുന്നു. മിൽസ് ഉണ്ടായിരുന്ന ഭാഗം നേരെ ഒരു കാട്ടിലേക്കാണ് ചെന്ന് വീഴുന്നത്. ഭാഗ്യത്തിന് ചില പരിക്കുകൾ പറ്റിയെന്നല്ലാതെ അയാൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അയാൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അയാൾ ഇപ്പോ ആ സ്പേസ് ഷിപ്പ് മൊത്തം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വേഗം ഒരു സ്യൂട്ടൊക്കെ എടുത്തിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പുറത്തു നിന്നും ഒരുപാട് മൃഗങ്ങളുടെ ശബ്ദം അയാൾ കേൾക്കുന്നത്. അയാളിപ്പോ ചെന്ന് വീണിരിക്കുന്നത് ഏത് പ്ലാനറ്റ് ആണ് എന്നൊന്നും അയാൾക്ക് അറിയത്തില്ല. പുറത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നും അയാൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അയാൾ വേഗം കുറെ ആയുധങ്ങൾ കയ്യിലെടുക്കുന്നു. അതിനുശേഷം ആ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അയാളുടെ കൂടെ വന്ന ആളുകളെല്ലാം അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അയാൾ തിരിച്ച് ആ വാഹനത്തിന്റെ അകത്തേക്ക് തന്നെ കയറുന്നു. അയാളുടെ കൂടെ വന്നവരൊക്കെ മരിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി ആകെയുള്ള ഒരു രക്ഷ അവരുടെ കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് അയാൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. അയാൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 9 എസ്കേപ്പ് പോഡുകൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. 2 എണ്ണമാണെങ്കിൽ കാണുന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ അയാൾ വീണിരിക്കുന്ന പ്ലാനറ്റിൽ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് അയച്ച് കഴിയുമ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ഷിപ്പിനകത്തെ ഒരു ക്രയോപോഡ് ഇപ്പോഴും ആക്റ്റീവ് ആണ്. ആ പോഡിനകത്തുള്ള ആൾ ജീവനോടെ ഉണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ വേഗം ആ പോഡ് എവിടെയാണ് ചെന്ന് വീണിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്ന് അയാൾ ആ പോഡിന്റെ അടുത്തെത്തി. അയാൾ നോക്കുമ്പോൾ അതിനകത്തൊരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. അയാൾ വളരെ കഷ്ടപ്പെട്ട് ആ പോഡ് തുറക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ അയാൾ അവളെയും കൊണ്ട് തിരിച്ചു നടക്കാൻ തുടങ്ങി. കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് പെട്ടെന്ന് അയാൾ ഒരു കാഴ്ച കാണുന്നത്. ഒരു വലിയ കാൽപ്പാട്. അത് കണ്ട ഉടനെ തന്നെ അയാൾ അവിടെ സ്റ്റക്കായി പോകുന്നു. ഈ സമയം ആ കാട്ടിൽ നിന്ന് വലിയ അലർച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അതും കൂടെ ആവുമ്പോൾ അയാൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി. പക്ഷെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ വേഗം അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൾക്കിപ്പോ ബോധമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മിൽസിനെ അവൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്നത് പോലെ നടിക്കുകയാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ മിൽസ് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. അയാൾ നേരെ ചെല്ലുന്നത് ആ സ്പേസ് ഷിപ്പിന്റെ മുകളിലേക്കാണ്. അവിടെ മറ്റാരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്നാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരെയും അവിടെ കാണാനില്ല. അയാൾ വേഗം തോക്കുമെടുത്ത് മുന്നോട്ട് നടന്ന് പരിശോധിക്കാൻ തുടങ്ങി. കുറെ ദൂരം നടന്നു കഴിയുമ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച അയാൾ കാണുന്നത്. ഒരു വലിയ അസ്ഥിക്കൂടം അവിടെ കിടക്കുന്നുണ്ട്. അതൊരു ഭീമൻ ദിനോസറിന്റെ അസ്ഥിക്കൂടമായിരുന്നു. അതൊക്കെ നോക്കിക്കൊണ്ട് അയാൾ മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയം അവിടെ നിന്നും ചെറിയ പുകയൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട്. അതെന്താണ് എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായിട്ടില്ല. പെട്ടെന്നാണ് അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നത്. അതോടൊപ്പം തന്നെ അയാൾ തെറിച്ച് അപ്പുറത്തേക്ക് വീഴുകയും ചെയ്യുന്നു. ആ പുകയൊക്കെ അയാളുടെ ദേഹത്തെത്തുമ്പോൾ അവിടേക്ക് ഉരുകി പോകുന്നുണ്ട്. ഭാഗ്യത്തിന് അത് അയാളുടെ ദേഹത്തേക്ക് ആയിട്ടില്ല. അങ്ങനെ അയാൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോൾ അയാൾ അയാളുടെ കയ്യിലുള്ള ഒരു ഡിവൈസ് വെച്ച് അവിടെയുള്ള ഒരു മല സ്കാൻ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് ആ മലയുടെ മുകളിലേക്ക്. ആ മലയുടെ മുകളിലാണ് അയാളുടെ പേടകത്തിന്റെ ചിതറിപ്പോയ ബാക്കി ഭാഗങ്ങളൊക്കെ കിടക്കുന്നത്. അതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് താഴെ കൂടെ കുറെ ദിനോസറിന്റെ കുട്ടികളൊക്കെ ഓടിപ്പോകുന്ന അയാൾ കാണുന്നത്. അതിന്റെ പുറകിലായിട്ട് വലിയൊരു ദിനോസർ ഓടുന്നുണ്ട്. പെട്ടെന്ന് ഒരു ചെറിയ ദിനോസർ അയാളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. അയാളാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അതിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം അയാൾ അയാളുടെ തോക്ക് വെച്ച് അതിനെ ഇടിച്ചു കൊല്ലുന്നു. അതിന് അനക്കമൊന്നുമില്ലാന്ന് മനസ്സിലാവുമ്പോൾ അയാൾ പതുക്കെ അതിനൊന്ന് തട്ടി നോക്കുന്നു. പെട്ടെന്ന് അത് വീണ്ടും ശബ്ദം ഉണ്ടാക്കുന്നു. അത് കാണുന്ന അയാൾ ശരിക്കും ഞെട്ടിപ്പോന്നു. പക്ഷെ അത് ആ കുട്ടി ദിനോസറിന്റെ അവസാനത്തെ ശബ്ദമായിരുന്നു. അതോടൊപ്പം തന്നെ അത് ചത്തുപോവുകയും ചെയ്യുന്നു. അത് കാണുന്ന അയാൾക്ക് ശരിക്കും സമാധാനമായി. അങ്ങനെ അയാൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ
നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. അത് ആ പെൺകുട്ടിയാണ്. അവൾ അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട്. അയാൾ അവളെ കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അയാളും വിടുന്നില്ല. അയാൾ വേഗം തന്നെ അവളുടെ പുറകെ ഓടി ചെല്ലുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഓടി ഒരിടത്തെത്തുമ്പോൾ പെട്ടെന്ന് കാല് തെറ്റി താഴേക്ക് വീണു പോകുന്നു. അവർ നോക്കുമ്പോൾ അവിടെ വലിയ എന്തോ ഒരു ജീവി ചത്ത് കിടക്കുന്നുണ്ട്. അതിനെയാണെങ്കിൽ പുഴുക്കൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കാണ് അവർ രണ്ടുപേരും. ഈ സമയത്താണ് വലിയൊരു അലർച്ച അവർ കേൾക്കുന്നത്. അവർക്ക് മുകളിലായി കുറെ മരങ്ങളൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു ദിനോസർ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന അയാൾ വേഗം തന്നെ അവളെയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ അവർ തിരിച്ച പോഡിന്റെ അകത്ത് തന്നെ എത്തി. അതിനുശേഷം അയാൾ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം അയാൾ അവളുടെ പേരാണ് ചോദിക്കുന്നത്. കോവ എന്നാണ് അവളുടെ പേര് എന്ന് അയാൾക്ക് മനസ്സിലായി. ബാക്കി അയാൾ എന്ത് ചോദിച്ചിട്ടും അവൾ പറയുന്ന മറുപടി ഒന്നും അയാൾക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ വേറെ ഏതോ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അയാൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടും അവൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അയാൾക്ക് ഒരു കാര്യം അവളെ ബോധിപ്പിച്ചാൽ മതിയാവും. അത് അയാൾ ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അയാൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ മലയുണ്ട്. അതിന്റെ മുകളിലായി നമ്മുടെ ഈ പേടകത്തിന്റെ ബാക്കി ഭാഗം കിടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു എസ്കേപ്പ് പോഡ് ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ എസ്കേപ്പ് പോഡ് വെച്ച് ഈ ലോകത്ത് നിന്നും രക്ഷപ്പെട്ടു പോകാം എന്നൊക്കെ അയാൾ വളരെ കഷ്ടപ്പെട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ വരച്ചൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ചെറുതായിട്ടെങ്കിലും അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കാണുമ്പോൾ അയാൾക്കും ശരിക്കും ആശ്വാസമായി. അങ്ങനെ അയാൾ അവളെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കാൻ വേണ്ടി വേഗം തന്നെ അയാളുടെ സീറ്റിലേക്ക് ചെല്ലുന്നു. ഈ സമയം അവളും അയാളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അയാളുടെ മകളുടെ കുറെ വീഡിയോ ടേപ്പ് അവിടെ കാണുന്നുണ്ട്. അവൾ ഓരോന്നെടുത്ത് കാണാൻ തുടങ്ങി. ആദ്യത്തെ കുറെ ടേപ്പുകളിൽ അയാളുടെ മകൾ വളരെ സന്തോഷത്തോടെ അയാളോട് സംസാരിക്കുന്ന വീഡിയോസ് ആയിരുന്നു. അതിൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വളരെ അവശ നിലയിൽ കിടക്കുന്ന അയാളുടെ മകളെയാണ് അവൾ കാണുന്നത്. അവൾ അതൊക്കെ കാണുമ്പോൾ അയാൾ വേഗം വന്ന് ആ ടേപ്പ് എല്ലാം മേടിച്ചു വെക്കുന്നു. അതിനുശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് ആ മലയുടെ മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറേയേറെ ദിനോസർ പക്ഷികൾ അതിലെ പറന്നു പോകുന്നുണ്ട്. വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് അവറ്റകൾ അതിലെ പറന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി. അവൾ അതെല്ലാം നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അയാൾ വേഗം അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വലിയ വണ്ട് പോലത്തെ ഒരു ജീവി നേരെ പറന്നു ചെന്ന് അയാളുടെ കഴുത്തിൽ ചെന്നിരിക്കുന്നു. പക്ഷെ അത് അയാളെ കടിക്കുന്നതിന് മുമ്പേ അയാൾ അതിനെ അടിച്ചു കൊന്നു കളയുന്നു. അതിനെ കൊന്നതുകൊണ്ട് തന്നെ ജെല്ല് പോലത്തെ എന്തോ അയാളുടെ കയ്യിലായിട്ടുണ്ട്. അയാൾ അത് തുടച്ചു കളയാൻ വേണ്ടി വേഗം തന്നെ അവിടുത്തെ ഒരു മരത്തടിയിൽ ഉരയ്ക്കുന്നു. പക്ഷെ അയാളുടെ കൈ അതിൽ ഒട്ടിപ്പിടിച്ചു പോകുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ കൈ വലിച്ചൂരി എടുക്കുന്നത്. അതോടൊപ്പം തന്നെ അയാൾ തെറിച്ച് പുറകിലേക്ക് വീഴുന്നു. അത് കാണുന്ന അവൾക്ക് ചിരിയാണ് വരുന്നത്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു മരം അവരുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നത്. അതോടൊപ്പം തന്നെ പുറകിൽ നിന്നും ഒരു ജീവി കരയുന്ന ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. അത് കരച്ചിലാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ കോവ വേഗം ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവൾ നോക്കുമ്പോൾ ഒരു ചെറിയ ജീവി ഒരു ചെളിക്കുണ്ടിൽ വീണ് കിടക്കാണ്. അത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെ കൊണ്ടാവുന്നില്ല. അത് കാണുമ്പോൾ അവൾ വേഗം ഓടിച്ചെന്ന് അതിനെ അവിടെ നിന്ന് വലിച്ചു കയറ്റാൻ തുടങ്ങി. പക്ഷെ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ആവുന്നില്ലായിരുന്നു. അവളുടെ ആ കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ അയാളും വേഗം ചെന്ന് അവളെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ജീവി ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. ആ ജീവിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു കൂട്ടം ചെറിയ ദിനോസറുകൾ വന്ന് ആ ജീവി അറ്റാക്ക് ചെയ്യുന്നു. അത് കാണുന്ന കോവയ്ക്കാകെ സങ്കടം വരാൻ തുടങ്ങി. അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ കരയുന്നത് കാണുമ്പോൾ അയാൾ വേഗം ചെന്ന് അവളുടെ വായ പൊത്തിപ്പിടിക്കുന്നു. പക്ഷെ അവൾ കരയുന്നത് ആ ജീവികൾ കേട്ടിട്ടുണ്ട്. അവരാണെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗം നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ അവളെയും പിടിച്ച് അവിടെ മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ജീവി അവരെ കാണുന്നില്ല. കുറച്ചു സമയം അവിടേക്കൊന്ന് നോക്കിയതിനു ശേഷം ആ ജീവികളെല്ലാം തിരിച്ചു പോകുന്നു. അവറ്റകൾ പോയതുകൊണ്ട് തന്നെ ആകെ സമാധാനത്തിലിരിക്കുകയാണ് അവർ. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് മുന്നിൽ എത്തിക്കഴിയുമ്പോൾ അയാൾക്ക് കയറാൻ പറ്റിയ ഒരു വലിയ മരം അയാൾ കാണുന്നു. അയാൾ വേഗം തന്നെ ആ മരത്തിന്റെ മുകളിലേക്ക് ചെല്ലുന്നു. അയാളുടെ ഉദ്ദേശം ആ മലയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് എന്നറിയുക എന്നാണ്. അതിനുവേണ്ടി അയാൾ വേഗം ഡിവൈസ് എടുത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് രണ്ട് ജീവികൾ അയാളുടെ കയ്യിലേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അയാൾ കൈ കുടയുന്നു. അതോടൊപ്പം തന്നെ അയാൾ നിന്നിരുന്ന കൊമ്പ് മുറിഞ്ഞ് അയാൾ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. നല്ല വീഴ്ചയായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ കൈയിന് ശരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാളുടെ കൈ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് വേറെ കുറെ ജീവികൾ അങ്ങോട്ട് വരുന്നത്. അവറ്റകളുടെ മുന്നിൽ ഇരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ജീവികൾ അവരെ കൊല്ലും എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ കോവയോട് വേഗം അവിടെ നിന്ന് ഓടിപ്പോവാൻ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ കോവ വേഗം ഓടാൻ തുടങ്ങി. അവൾ കുറെ ഓടിയതിനു ശേഷം ഒരു മരത്തടിക്ക് പുറകിൽ മറിഞ്ഞിരിക്കുന്നു. ഈ സമയം മിൽസ് അയാളുടെ കയ്യിലുള്ള 3 ബോംബ് എടുത്ത് ആ ജീവികൾക്ക് നേരെ എറിയുന്നു. അതോടൊപ്പം തന്നെ ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് അവറ്റകൾ എല്ലാവരും അവിടെ നിന്ന് തെറിച്ചു പോകുന്നു. ഈ സമയവും അവിടെ തന്നെ പതുങ്ങിയിരിക്കുകയാണ് കോവ. പെട്ടെന്നാണ് കുറെ ദിനോസർ പക്ഷികൾ അവിടേക്ക് വന്നിരിക്കുന്നത്. അതിനെ കാണുമ്പോൾ കോവയ്ക്ക് പേടിയാവാൻ തുടങ്ങി. ഈ സമയം ആവുമ്പോഴേക്കും മറ്റേ ജീവികൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിരുന്നു. അവറ്റകൾ കോവയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മിൽസ് അങ്ങോട്ട് ഓടി വന്ന് അവറ്റകൾ എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തുന്നു. പക്ഷെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. വേറൊരു ജീവി അങ്ങോട്ട് വന്ന് അവളെയും കടിച്ചു വലിച്ചു പോകാൻ തുടങ്ങി. അത് കാണുന്ന മിൽസ് വേഗം അയാളുടെ തോക്കുമെടുത്ത് വെടിവെച്ചുകൊണ്ട് ആ ജീവിയുടെ പുറകെ വരുന്നു. ആ വെടിശബ്ദം കേൾക്കുന്നതുകൊണ്ട് തന്നെ ആ ജീവി വേഗം കോവയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകുന്നു. അയാൾ നോക്കുമ്പോൾ കോവയാകെ പേടിച്ചിരിക്കുകയാണ്. അയാൾ വേഗം ചെന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ സമയം രാത്രിയായി. അവരിപ്പോൾ തൽക്കാലം ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറിയിരിക്കുകയാണ്.
അയാൾ കുറേയേറെ ട്രാക്കറുകൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവളോട് ഉറങ്ങാൻ പറയുന്നു. പക്ഷെ അവൾ വളരെ വിഷമത്തിലായിരുന്നു. അത് കാണുന്ന അയാൾ അവൾക്കൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നു. അതായത് ആ ഡിവൈസിലൂടെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. അതിലെവിടെയാണ് അവരുടെ ഗ്രഹം ഇരിക്കുന്നത് എന്നാണ് അയാൾ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഈ സമയത്താണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരിപ്പോൾ നിൽക്കുന്ന ഭൂമിയുടെ നേർക്ക് കുറെ ആസ്ട്രോയിഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അയാൾ വേഗം അവൾക്ക് ഉറങ്ങാൻ വേണ്ടി അയാളുടെ മകളുടെ ഒരു വീഡിയോ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൾ ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ കുറച്ചു സമയം കൂടെ കഴിഞ്ഞു. ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വലിയ ആസ്ട്രോയിഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ട്രാക്കറുകളിൽ അലാറം അടിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ അയാൾ എഴുന്നേൽക്കുന്നു. അതിനുശേഷം പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് നോക്കാൻ തുടങ്ങി. ഈ സമയം കോവയുടെ വായിലൂടെ എന്തൊക്കെയോ ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ അയാൾ വേഗം ചെന്ന് അവളെ പരിശോധിക്കാൻ തുടങ്ങി. അവളുടെ വായ്ക്കകത്ത് എന്തോ ഒരു ജീവി ഇരിക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അയാൾ അതിനെ കൊല്ലുന്നു. അതോടൊപ്പം തന്നെ കോവ വല്ലാണ്ട് ഛർദ്ദിക്കുന്നു. ഈ സമയത്താണ് ആ ഗുഹയ്ക്കകത്തെ ചെറിയൊരു മാളത്തിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത്. വളരെ പേടിയോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവർ രണ്ടുപേരും. പക്ഷെ ആ മാളത്തിന്റെ അകത്തല്ലായിരുന്നു പ്രശ്നം, ആ ഗുഹയ്ക്ക് പുറത്തായിരുന്നു പ്രശ്നം. ഒരു വലിയ ദിനോസർ ആ ഗുഹയ്ക്ക് പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അത് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അയാളാണെങ്കിൽ അതിന് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ വെടിവെച്ചിട്ടും അത് അവിടെ നിന്ന് പോകുന്നില്ല. അത് കാണുമ്പോൾ അയാളും കോവയും വേഗം ആ ചെറിയ മാളത്തിന്റെ അകത്തേക്ക് ഇറങ്ങുന്നു. വളരെ ഇടുങ്ങിയൊരു മാളമായിരുന്നത്. അതിനകത്ത് എത്തിയതിനു ശേഷം അവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. അയാളുടെ കയ്യിലാണെങ്കിൽ അധികം ടൂൾസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും എന്ന് അയാൾക്ക് ഒരു പിടിയുമില്ല. അയാളാണെങ്കിൽ ആകെ നിരാശയിലുമാണ്. ഈ സമയത്താണ് തന്റെ കയ്യിലുള്ള ബോംബിനെ കുറിച്ച് അയാൾ ഓർക്കുന്നത്. അയാൾ വേഗം തന്നെ അതിൽ 2 ബോംബ് എടുത്ത് അവിടെ പുറത്തേക്കുള്ള ചെറിയൊരു മാളത്തിൽ വെക്കുന്നു. അതിനുശേഷം വേഗം തന്നെ മാറിയിരിക്കുന്നു. പെട്ടെന്ന് ആ ബോംബ് പൊട്ടിത്തെറിച്ച് മുന്നിലേക്ക് ചെറിയൊരു വഴി ഉണ്ടാവുന്നു. അത് കാണുമ്പോൾ അവർ രണ്ടുപേരും ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ആദ്യം കോവയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഇഴഞ്ഞാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ മുന്നിലെത്തി കഴിയുമ്പോൾ കോവ അയാളോട് വേഗം വരാൻ പറയുന്നു. അയാളും വളരെ കഷ്ടപ്പെട്ട് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും കുറെ കല്ലുകൾ വന്ന് ആ മാള അടഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ അയാൾ തെറിച്ച് ആദ്യം നിന്ന സ്ഥലത്തേക്ക് തന്നെ വീണു പോകുന്നു. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് ആ മാളം തുറക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ കോവ പുറത്തായതുകൊണ്ട് തന്നെ അയാൾക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതിനുവേണ്ടി അയാൾ വേറെ വഴി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. പക്ഷെ അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു അലർച്ച അയാൾ കേൾക്കുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അയാൾ വേഗം അയാളുടെ ഡിവൈസ് ഓണാക്കി നോക്കുന്നു. അയാൾക്ക് മുന്നിലായിട്ട് എന്തോ ഒരു ജീവിയുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്നാണ് ആ ജീവി അയാൾ അറ്റാക്ക് ചെയ്യുന്നത്. അയാൾ വളരെ കഷ്ടപ്പെട്ട് അതിനോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ അയാളുടെ തോക്കെടുത്ത് ആ ജീവിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇതേ സമയം കോവ പുറത്തെത്തിയിട്ടുണ്ട്. അവൾ എങ്ങോട്ടൊന്നുമില്ലാതെ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്കിപ്പോൾ നല്ല കൂർത്തൊരു എല്ലിൻ കഷ്ണം കിട്ടിയിട്ടുണ്ട്. അവൾ വേഗം അതിൽ വിഷം പുരട്ടാൻ തുടങ്ങി. അവിടെ കുറച്ച് വിഷക്കായ കിടക്കുന്നുണ്ട്. അതാണ് അവൾ ആ കൂർത്ത എല്ലിൽ പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മിൽസു ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു. അയാൾ ഇപ്പോൾ കോവയെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആകാശത്ത് ആ കാഴ്ച അയാൾ ശ്രദ്ധിക്കുന്നത്. ആ വലിയ ഉൽക്ക ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ വേഗം അയാളുടെ ആ ഡിവൈസ് എടുത്ത് അത് സ്കാൻ ചെയ്ത് നോക്കാൻ തുടങ്ങി. ആ കമ്പ്യൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ആ ഉൽക്ക ഭൂമിയിൽ വന്ന് പതിക്കും എന്നാണ്. അത് കേട്ട ഉടനെ തന്നെ അയാൾ വേഗം ഡിവൈസ് ഓഫ് ചെയ്ത് കോവയെ അന്വേഷിച്ചു പോകുന്നു. ഈ സമയം ആ ഉൽക്കയാണെങ്കിൽ വളരെ വേഗത്തിൽ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ കോവ ഒരിടത്ത് പതുങ്ങിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കുട്ടി ദിനോസർ അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് കാണുന്ന അവൾ പേടിച്ചോടാൻ തുടങ്ങി. ആ ദിനോസറും അവളുടെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ അവൾ കുറെ ഓടി ഒരു മാളത്തിന്റെ അകത്തേക്ക് കയറുന്നു. ഈ സമയം തന്നെ അവളുടെ നിലവിളി മിൽസും കേട്ടിട്ടുണ്ട്. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അയാൾ വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. കുറെ ഓടി അയാൾ നേരെ ചെന്ന് വീഴുന്നത് ഒരു ചതുപ്പിലേക്കാണ്. അയാൾ വിചാരിച്ചതിനെക്കാട്ടിലും അപകടമായിരുന്നത്. അയാൾ അതിനകത്തേക്ക് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് പിടിച്ചു കയറാൻ ഒന്നും തന്നെ അവിടെ ഇല്ല. ഈ സമയവും കോവ ആ മാളത്തിന്റെ അകത്ത് തന്നെയാണ്. ആ ദിനോസർ ആണെങ്കിൽ ആ മാളത്തിലൂടെ തലയിട്ട് നോക്കാൻ തുടങ്ങി. അത് കാണുന്ന അവൾ വേഗം മുന്നോട്ട് പോകുന്നു. ദിനോസർ ആണെങ്കിൽ അവളുടെ പുറകെയും. ആ ദിനോസർ ആ മാളത്തിന്റെ അകത്തേക്ക് കയറി ഉടനെ തന്നെ അവൾ വേഗം ചെന്ന് ആ മാളത്തിന്റെ 2 ഭാഗങ്ങളും അടയ്ക്കുന്നു. അതിനുശേഷം നേരത്തെ മിൽസ് അവൾക്ക് കൊടുത്ത കുറച്ച് ബോംബ് എടുത്ത് ആ മാളത്തിലൂടെ അതിന്റെ അകത്തേക്ക് ഇടുന്നു. അതിനുശേഷം വേഗം അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയോടെ ആ ദിനോസർ ചത്തുപോകുന്നു. ഈ സമയവും ആ ചതുപ്പിൽ തന്നെ നിൽക്കുകയാണ് മിൽസ്. അയാൾ എന്തൊക്കെ കാണിച്ചിട്ടും അയാൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അങ്ങനെ പതുക്കെ പതുക്കെ അയാൾ ആ ചതുപ്പിലേക്ക് താഴ്ന്നു പോകുന്നു. പക്ഷെ ഭാഗ്യം അയാളുടെ കൂടെയായിരുന്നു. അയാളുടെ നിലവിളി കേട്ട് കോവ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ വേഗം ഒരു മരം പിടിച്ച് താഴ്ത്തി കൊടുക്കുന്നു. അത് കാണുന്ന അയാൾ വളരെ പെട്ടെന്ന് തന്നെ ആ മരത്തിൽ കയറി പിടിക്കുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് അയാൾ ആ മരം വഴി പുറത്തേക്ക് വരുന്നു. തന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് തന്നെ അയാൾ വേഗം ചെന്ന് കോവയെ കെട്ടിപ്പിടിക്കുന്നു. അയാളെ വീണ്ടും കാണാൻ സാധിച്ചുകൊണ്ട് തന്നെ അവൾക്കും ശരിക്കും സന്തോഷമാണ്. ഈ സമയത്താണ് അയാൾ അയാളുടെ ഡിവൈസ് കയ്യിലെടുക്കുന്നത്. അതിനുശേഷം ആ ഉൽക്കയെ പറ്റി അവളോട് പറയാൻ തുടങ്ങി. ആ ഉൽക്ക 12 മണിക്കൂറിനകം ഭൂമിയിൽ വന്ന് പതിക്കും എന്നാണ് അതിൽ കാണിക്കുന്നത്. അത് അവളോട് പറഞ്ഞതിന് ശേഷം അയാൾ വേഗം തന്നെ അവളെ കൊണ്ട് ആ മല ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ രാത്രി ആയപ്പോഴാണ് അവർ ആ മലയുടെ താഴെ എത്തുന്നത്. പെട്ടെന്ന് അങ്ങനെ പിടിച്ചു കയറാൻ പറ്റുന്ന ഒരു മലയായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ അയാൾ വേഗം കയറെടുക്കുന്നു. അതിനുശേഷം അതിൽ കുരുക്കിട്ട് അയാൾ ആദ്യം കോവയെ മുകളിലേക്ക് കയറ്റുന്നു. കുറച്ചു സമയം കഴിയുമ്പോൾ കോവ കയറെടുത്ത് അയാളുടെ
അയാൾക്ക് തന്നെ ഇട്ടു കൊടുക്കുന്നു. അങ്ങനെ അയാളും ആ കയറ് വഴി മുകളിലേക്ക് കയറുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ രണ്ടുപേരും ഇപ്പോഴാ പേടകത്തിൽ എത്തിയിരിക്കുകയാണ്. അയാൾ വേഗം അകത്തേക്ക് ചെന്ന് അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ തുടങ്ങി. അത് അവർക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ തന്നെയായിരുന്നു. ഈ സമയം കോ അവളുടെ ഫാമിലിയും തെരഞ്ഞു നടക്കുകയാണ്. അവരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടെ അവൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ ഫാമിലി ഇവിടെ ഉണ്ടെന്ന്, അവരെല്ലാവരും മരിച്ചു പോയില്ലേ എന്നൊക്കെ അവൾ കരഞ്ഞു പറയുന്നു. അതേക്കുന്ന അയാൾ സംസാരിക്കാൻ തുടങ്ങി. അയാളുടെ മകളുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. എനിക്കും നിന്നെ പോലൊരു മകളുണ്ട്. അവളുടെ അസുഖം ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെട്ടത്. പക്ഷെ എനിക്ക് അവളുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല. അവളിപ്പോ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും വിഷമിക്കേണ്ടതല്ലേ? നീ സങ്കടപ്പെടണ്ട, നിനക്ക് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ വേഗം തന്നെ അവളെ കെട്ടിപ്പിടിക്കുന്നു. ഈ സമയമായപ്പോഴേക്കും ചെറിയ കുറെ ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്ന് പതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാണുന്ന അയാൾ വേഗം അവളെയും കൊണ്ട് ആ പേടകത്തിന്റെ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് ഒരു ഉൽക്ക ആ പേടകത്തിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്നത്. അതോടൊപ്പം തന്നെ അവരിയ്ക്കുന്ന ആ എസ്കേപ്പ് പോഡ് നേരെ താഴേക്ക് വീഴുന്നു. വളരെ താഴ്ചയിലേക്കാണ് അത് ചെന്ന് വീഴുന്നത്. അതുകൊണ്ടും തീരുന്നില്ല. അവർ താഴേക്ക് വീഴുന്ന ആ ശബ്ദം കേട്ട് ഒരു ദിനോസർ അങ്ങോട്ട് വരുന്നു. വളരെ വലിയൊരു ദിനോസർ ആയിരുന്നു അത്. അത് ആ പോഡിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന അയാൾ വേഗം തന്നെ ആ പോഡിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുന്നു. ഈ സമയമാകുമ്പോഴേക്കും മറ്റൊരു ദിനോസർ കൂടെ അങ്ങോട്ട് വരുന്നു. അങ്ങനെ ആ രണ്ട് ദിനോസറും അയാളുടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ വേഗം ഓടിച്ചെന്ന് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. ഈ സമയം കോവ ആ പോഡിന്റെ അകത്ത് തന്നെയാണ്. അവൾ അതിനകത്തുണ്ടെന്ന് കാണുമ്പോൾ ഒരു ദിനോസർ കോവയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. ഈ സമയം മിൽസ് വേഗം തോക്കെടുത്ത് അതിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ചത്തു വീഴുന്നു. പെട്ടെന്നാണ് മറ്റേ ദിനോസർ അയാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അത് കാണുന്ന അയാൾ വളരെ വേഗത്തിൽ മുന്നോട്ടോടാൻ തുടങ്ങി. അയാൾ നേരെ ഓടിച്ചെല്ലുന്നത് നേരത്തെ കണ്ടതുപോലത്തെ പുക വരുന്ന ആ സ്ഥലത്തേക്കാണ്. ഭൂമിക്കടിയിൽ നിന്നും തിളച്ചു മറിയുന്ന വെള്ളമാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നിന്റെ മുകളിൽ കൂടെയാണ് അയാൾ ചാടുന്നത്. പക്ഷെ ആ ദിനോസർ അങ്ങോട്ട് വരുമ്പോഴേക്കും ആ വെള്ളത്തിന്റെ ഫ്ലോ നിൽക്കുന്നു. ആ ദിനോസർ ആണെങ്കിൽ അയാളെ തിന്നാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കോവ എല്ലും കഷ്ണമായിട്ട് ഓടി വരുന്നത്. വളരെ വേഗത്തിൽ അവൾ അങ്ങോട്ട് വന്നതിന് ശേഷം അത് വെച്ച് ആ ദിനോസറിന് ഒരു കുത്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ദിനോസറിന്റെ ബാലൻസ് തെറ്റാൻ തുടങ്ങി. പെട്ടെന്ന് ആ കുഴിയിൽ നിന്നും തിളച്ച വെള്ളം മുകളിലേക്ക് പൊങ്ങി വരുന്നു. അത് ദേഹത്ത് തട്ടുമ്പോൾ ആ ദിനോസർ കരിഞ്ഞ് താഴേക്ക് വീഴുന്നു. ഈ സമയമാകുമ്പോഴേക്കും കുറേയേറെ ഉൽക്കകൾ താഴോട്ട് വന്ന് പതിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് മിൽസിന് മനസ്സിലായി. അയാൾ വേഗം തന്നെ അവളെയും പൊക്കിയെടുത്ത് നേരെ ആ പോഡിന്റെ അകത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ പോഡ് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ അവർ മുകളിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ആ വലിയ ഉൽക്ക ഭൂമിയെ ലക്ഷ്യമാക്കി താഴേക്ക് വരുന്നുണ്ട്. അവർ പൂർണ്ണമായിട്ടും ഭൂമിയുടെ അന്തരീക്ഷം വിട്ട് കഴിയുമ്പോഴാണ് ആ ഉൽക്ക ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറിയും സംഭവിക്കുന്നു. അവരാണെന്നുണ്ടെങ്കിൽ ആ പോഡ് വഴി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ആ ഒരൊറ്റ ഉൽക്കാപതനത്തിലൂടെ ഭൂമിയിലെ സകല ജീവജാലങ്ങളും നശിച്ചു. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിൽ മറ്റു ചില ജീവനുകൾ ഉണ്ടാവാൻ തുടങ്ങി. കാലക്രമേണ ഒരുപാട് പരിണാമങ്ങൾ നടന്ന് ഭൂമിയിൽ മനുഷ്യരുണ്ടായി. അങ്ങനെ ഭൂമി ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്.